നമസ്കാരം. നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാം. ചേട്ടന് മനസ്സിലായില്ലേ? ഇല്ല. എടാ നിനക്ക് മനസ്സിലായില്ലേ? ഇല്ല. എടാ മലേ ഇല്ല. ആരാ? കാരണം ഇപ്പൊ ഈ നാട്ടിൽ മുക്കിലും മൂലയിലും വരെ എന്റെ മുഖചിത്രമാണ്. അതെന്താണോ താനൊരു അർത്ഥം വെച്ച് സംസാരിക്കണേ? അതായത് ഉത്തമ മനസ്സിലായി. അതായത് കറന്റ് സെനാറിയോയില് റെലവെന്റ് ആയിട്ടൊരു കാര്യം തന്നെയാണ് ഇതിന്റെ ഇൻട്രോ. നിങ്ങളത് കേട്ടോ? ഇത് കേട്ടോ? ഇതൊക്കെയാണ് ഇപ്പൊ ഈ നാട്ടിൽ മുക്കിലും മൂലയിലും വരെ എന്റെ മുഖചിത്രമാണ്. എവിടെ നോക്കിയാലും എന്റെ മുഖമായിരിക്കും എന്ന്. സത്യമല്ലേ? ഇപ്പൊ റീലും വാർത്തയിലും എങ്ക പാത്താലും നീ. ടു ബി ഓണസ്റ്റ്, ഞാൻ ഭയങ്കരമായി വെയിറ്റ് ചെയ്യുന്ന ഒരു ദിലീപേട്ടൻ പടം ഇതായിരിക്കും. അതായിരുന്നു ഞാൻ കാത്തിരുന്ന എന്റെ കംബാക്ക് മൊമെന്റ്. നമ്മളൊരാളുടെ തല പിടിച്ചതിന് ശേഷം നമ്മളിങ്ങനെ തന്നിമത്ത കെട്ടി ഇപ്പൊ എന്താ പറഞ്ഞ? നമ്മളൊരാളുടെ തല പിടിച്ചതിന് ശേഷം നമ്മളിങ്ങനെ തന്നിമത്ത കെട്ടിയും പോലെ ദിലീപേട്ടൻ ഈ 2025 തൂക്കുമോ? ഇത് ഞാൻ കലക്കും. അത് കേട്ടാ മതി ഞങ്ങൾക്ക്. ആ കോൺഫിഡൻസ് അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ദിലീപിന്റെ അങ്ങനെ ആഘോഷിക്കാറില്ല കുറച്ച് നാളുകളായിട്ട്. ഇതിപ്പം എനിക്ക് തോന്നുന്നത് ഒരു തുടക്കമാണ്. സെക്കൻഡ് ഹാഫിലാണ് നമ്മൾ അന്ന് ഇനി രാവണന്റെ വരവാണ്. The one and only. ലാലേട്ടൻ പൊളിയായിരുന്നു. പൊളി. അന്യായം അണ്ണാ, അന്യായം. അഡ്വക്കേറ്റ് മുകുന്ദനും വീണ്ടും സന്ധിക്ക് പറയ്ക്കും വണക്കം എന്ന് സാധാരണക്കാരൻ. അതായി സാധാരണക്കാരൻ. അതിപ്പോ പറയാൻ കഴിയില്ല. ഫസ്റ്റ് ഷോ ടിക്കറ്റ് ബുക്ക് ചെയ്തു. മതി. ഇനിയും കേൾക്കാനുള്ള മുസ്ലിം പവർ ഇദ്ദേഹത്തിനില്ല. എന്നായാലും സംഭവം നല്ല ഉഷാറായിട്ടു. പോതുമാ ഇന്നും കൊഞ്ചം വേണമാ.